ഹലോ നമസ്കാരം. തിരുവനന്തപുരത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ SFI പ്രവർത്തകർ അടിച്ചൊരു വീഡിയോ നമ്മളൊക്കെ കണ്ടു. ആ വീഡിയോയുടെ താഴെ ഒരുപാട് ആളുകൾ ആ ഉദ്യോഗസ്ഥനെ അടി കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. വേറെ കുറേ ആളുകൾ SFI പ്രവർത്തകർ നിയമം കയ്യിലെടുത്തു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. എന്നുവെച്ചാൽ കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ ആ ഒരു ആഘോഷവേളയിൽ ബീച്ചിൽ വെച്ച് ഒരു യുവാവിനെ ലാത്തി കൊണ്ട് അടിച്ചു വീഴ്ത്തിയ പോലീസുകാരനാണ് ഈ മാളിൽ വെച്ച് SFIക്കാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഈ SFI പ്രവർത്തകർ നിയമം കയ്യിലെടുത്തു എന്ന് പറയുന്ന ആളുകളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, അന്ന് ആ പോലീസുകാരൻ നിയമം പാലിച്ചിരുന്നു എന്നുള്ളത്. കാരണം അദ്ദേഹം ആ യുവാവിനെ അന്ന് ബീച്ചിൽ വെച്ച് അടിച്ചു വീഴ്ത്തുന്നത് ലാത്തി കൊണ്ടാണ്. ഈ ലാത്തി ഉപയോഗിക്കുമ്പോൾ പോലീസുകാർ നിർബന്ധമായും പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ലാത്തി കൊണ്ട് ഒരിക്കലും അടിക്കരുതാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് തല, കഴുത്ത്, പുറം ഭാഗം, നമ്മുടെ സ്പൈനിൻ്റെ ഭാഗം, വയറ്, നെഞ്ഞ്, അതുപോലെ നമ്മുടെ ജനനേന്ദ്രിയങ്ങളുടെ ഭാഗം എന്ന് വെച്ചാൽ അപകടം കൂടുതൽ പറ്റാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊന്നും അടിക്കരുത് എന്ന കർശന നിയമമുണ്ട്. അതുപോലെ ഇനി അടിക്കാൻ പറ്റുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത് കാല്, കൈ, ഈ രണ്ട് ഏരിയയിൽ മാത്രമാണ് ലാത്തി കൊണ്ട് അടിക്കാൻ പറ്റുന്നത്. ഇനി അവിടെ അടിച്ചാൽ തന്നെ ഈ അടി കൊണ്ട ആളുകൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട മെഡിക്കൽ കെയർ നൽകണമെന്നും പോലീസുകാർക്കുള്ള നിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ ഈ ബീച്ചിൽ വെച്ച് അടിച്ചു വീഴ്ത്തിയ പോലീസുകാരൻ ഇതെല്ലാം പാലിച്ചിരുന്നോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്ന് ബീച്ചിൽ വെച്ച് ആ യുവാവിനെ അടിക്കുന്നത് തലയുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തുകൂടെയാണ് അടിക്കുന്നത്. അടി കൊണ്ട് അയാൾ അവിടെ വീണു പോകുന്നുണ്ട്. പക്ഷേ വീണ് പോയിട്ടും ഒന്ന് തിരിഞ്ഞു നോക്ക് പോലും ചെയ്യാതെ പോലീസ് തിരിച്ച് നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് അടിക്കരുത് എന്ന കർശന നിർദ്ദേശമുള്ള ഭാഗങ്ങളിൽ അടിച്ചു എന്നൊരു തെറ്റ്. മറ്റൊന്ന്, ലാത്തി കൊണ്ട് പരിക്ക് പറ്റിയ ആൾക്ക് മെഡിക്കൽ കെയർ നൽകണം എന്നുള്ള നിയമവും അവിടെ പാലിച്ചിട്ടില്ല. അപ്പോൾ ഈ നിയമം പാലിക്കാത്ത പോലീസുകാരനെതിരെ SFIക്കാർ നിയമം പാലിച്ചില്ല എന്നുള്ളൊരു ബാലൻസിങ്ങും കൂടെ ഇവിടെയുണ്ട്. എന്നിരുന്നാലും ഇവിടെ നിയമവും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിനെ മറികടന്ന് നിയമം കയ്യിലെടുക്കുക, വിധി നടപ്പിലാക്കുക എന്നുള്ളത് ശരിയായൊരു രീതിയല്ല.